പലപ്പോഴും ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന പല വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾക്ക് ഓർക്കും ഈ പറയുന്ന വ്യക്തികൾക്ക് എന്തുകൊണ്ടാണ് അവർക്ക് അതിൽ നിന്ന് പുറത്തിയാടാൻ പറ്റാത്തതെന്നുള്ള ഒരു ചിന്ത നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ട്രോമ ബോണ്ടിങ് ആണ്. ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്ന പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ചായിട്ടുള്ള ഒരു വ്യക്തി നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നൊരവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഭയങ്കരമായിട്ടുള്ള സ്നേഹവും കെയറും ഒക്കെ ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. അവർ വീണ്ടും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ ക്യാരക്ടറിനെയും നമ്മളെല്ലാം കൺട്രോൾ ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാക്കി മാറ്റുന്ന ആ ടൈപ്പിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ പറയുന്ന ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ട്രോമ ബോണ്ടിങ്ങിൽ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ അതിനകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, പലപ്പോഴും ഇതൊരു ബയോളജിക്കൽ റീസൺ കൂടെ ഉണ്ട്. കാരണം ഈ പറയുന്ന വ്യക്തികൾ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ കയോസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതൊരു വയലൻസിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ഈ പറയുന്ന ഇരകൾക്ക് പേടി തോന്നുന്നു. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതെല്ലാം എൻ്റെ കുറ്റം കൊണ്ടല്ല, നീ ഉണ്ടാക്കിയ കുറ്റം കൊണ്ടാണ് എന്ന് വരുത്തി തീർത്ത് വീണ്ടും ഇവരോട് ക്ഷമ പറഞ്ഞ് ഇവരുടെ കൂടെ കൂടുന്നു. രണ്ട് പോളിൽ നിന്നുള്ളൊരു കളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വയലൻസ് സൈഡാണെങ്കിൽ അടുത്തത് ലവ് ബോംബിങ് സൈഡാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം പലപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവുകയും നമുക്കതൊരു സ്ട്രെസ്സ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത് കഴിയുമ്പോൾ വീണ്ടും ഇവർ ക്ഷമ പറയുകയും നമുക്ക് സ്നേഹം കൂടുതൽ തരികയും ശ്രദ്ധ തരികയും ഇനി ഒരിക്കലും ഇത് സംഭവിക്കില്ല എന്ന് നമ്മളോട് പ്രോമിസ് ചെയ്യുകയും ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ബ്രെയിനിൽ ഈ പറയുന്ന ഡോപ്പമിനും അതുപോലെ ഓക്സിറ്റോസിനൊക്കെ ഉണ്ടാവുകയും അത് നമ്മളെ ഈ പറയുന്ന വ്യക്തികളിലേക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആക്കുകയും ചെയ്യും. പറയുന്ന ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നമ്മുടെ ബ്രെയിനിനെ ഓൾറെഡി ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിത്വമില്ലാത്തൊരു വ്യക്തിയിലേക്ക് പയ്യെ പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നോക്കുക. പൂർണ്ണമായിട്ടും ഈ പറയുന്ന വ്യക്തികളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളയുക. പിന്നെ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വിലയുണ്ട് എന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് എൻക്രോച്ച് ചെയ്യാനുള്ള ആത്മാവല്ല നിങ്ങളുടെ ആത്മാവെന്ന് നിങ്ങൾ മനസ്സിലാക്കുക.